നമ്മളോടൊപ്പം ഉള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് അഡീഷണൽ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ ഡോക്ടർ സുഭാഷ് ചന്ദ്ര. നമസ്കാരം ഡോക്ടർ. ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്? മീൻസ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പം മഴക്കാലത്ത് നമ്മളുടെ പല പല ടൈപ്പ് പനികൾ കാണലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറൽ ഫീവറാണ്. വൈറൽ ഫീവറിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മേലുവേദന, പനി, സന്ധിവേദന, ബോഡി പെയിൻ, ഹെഡ് ഏക്ക്. പക്ഷെ ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഒരു ഉണങ്ങിയ ചുമയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സിംറ്റംസ് ചിലപ്പം ഫ്ലൂവൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇതേ സിംറ്റംസ് വെച്ചിട്ട് സപ്പോസ് പേഷ്യൻറ്റിന് അതിൻ്റെ കൂടെ ശക്തമായ നടുവേദനയും കണ്ണിൻ്റെ ചുറ്റും വേദനയും ഭയങ്കര ക്ഷീണവും നിരന്തരമായ വീണ്ടും വീണ്ടും ഹൈ ഗ്രേഡ് ഫീവർ വരുവാണെങ്കിൽ നമ്മൾ ഡെങ്കിപ്പനി ഉണ്ടോ എന്നും കൂടെ ആലോചിക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം വേറെ സിംറ്റംസ്, ഇപ്പം പേഷ്യൻ്റ് മൂത്ര അളവ് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ മറ്റേ ഈ മൂത്രത്ത് മഞ്ഞപ്പ് വരിക, വിശപ്പ് കുറഞ്ഞു വരിക, അങ്ങനത്തെ സിംറ്റംസ് വിത്ത് ഈ നല്ല പല മേലുവേദന ഉണ്ടെങ്കിൽ എലിപ്പനീനെ പറ്റിയിട്ടും കൂടെ ആലോചിക്കണം. അപ്പോൾ പല പല ടൈപ്പ് പനികൾ മഴക്കാലത്ത് വരലുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇത് സിംറ്റംസ് പറഞ്ഞല്ലോ, നമ്മൾ ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? ആക്ച്വലി മഴക്കാല രോഗങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞ പല ടൈപ്പ് പനികളും, ഡെങ്കിപ്പനി ആയാലും എലിപ്പനി ആയാലും വൈറൽ ഫീവറും ഫ്ലൂവും ഉണ്ട്. അപ്പം നമുക്കിപ്പം ഫ്ലൂ പ്രിവെൻറ്റ് ചെയ്യാൻ ശരിക്കും നമ്മൾ ക്രൗഡഡ് സ്ഥലത്തേക്ക് പോകുന്നത് അധികം കുറയ്ക്കാൻ നോക്കുക. നമ്മൾ പുറത്തേക്ക് ക്രൗഡഡ് സ്ഥലത്തേക്ക് പോകാൻ അഥവാ ആവണമെങ്കിൽ മാസ്ക് ധരിക്കുക. പനിയുള്ള ആൾക്കാരുടെ അടുത്ത് അധികം പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. പിന്നെ ഡെങ്കിപ്പനിക്ക് നമ്മൾ ആക്ച്വലി പ്രിവെൻറ്റീവ് മെഷേഴ്സ് മെയിനായിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ലോങ് ക്ലോത്തിങ്, കൊതുക് കടിക്കാതെ നോക്കുക. ഇതാണ് മെയിൻ ചെയ്യാനുള്ളത്. എലിപ്പനി പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ചളിവെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന ചളിവെള്ളത്തിൽ ചവിട്ടാതിരിക്കുക, അങ്ങനത്തെ മെഷേഴ്സ് എടുക്കണം. പ്രോപ്പർ ഫുട്വെയർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ അതേ സമയത്ത് മഴക്കാലത്ത് വയറ്റിളക്കവും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആ അസുഖങ്ങളും കൂടും ആക്ച്വലി ബിക്കോസ് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഈ മാക്സിമം നമ്മൾ നല്ല ക്ലീൻ ഫുഡും ശുചിത്വമായ വെള്ളവും കുടിക്കാൻ നോക്കുക, ബോയിൽഡ് ആൻഡ് പ്യൂരിഫൈഡ് വാട്ടർ. ഈ മെഷേഴ്സ് ചെയ്താൽ കുറേ മഴക്കാലത്തെ പനികൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും ഇപ്പോൾ H1N1 അതുപോലെ തന്നെ ഇപ്പോൾ സീസണൽ ഇൽനെസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഡെങ്കുപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്, അപ്പോൾ ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്? യെസ്, അത് കറക്റ്റാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മൾക്ക് ഇപ്പം ഈ ഡെങ്കിപ്പനിയും H1N1 അങ്ങനത്തെ ഒക്കെ H1N1 എസ്പെഷ്യലി ഫ്ലൂ പോലത്തെ ഇൽനെസ്സസ് ഇപ്പം പ്രഗ്നന്റ് ലേഡീസ് ആണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ എലിപ്പനി, ഡെങ്കി ഫീവർ അങ്ങനത്തെ രോഗങ്ങൾ വരുന്ന ഗ്രൂപ്പ്സ് നമുക്ക് ആക്ച്വലി ക്യാൻസർ പേഷ്യൻസ്, പ്രതിരോധ ശക്തി കുറയ്ക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ എടുക്കുന്ന ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ വാത അസുഖം സഫർ ചെയ്യുന്ന പേഷ്യൻസ്, റൊമറ്റോളജി പേഷ്യൻസ്, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആക്ച്വലി അവർക്ക് ഇപ്പം സാധാരണക്കാരെ പോലെ അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു മോശാവസ്ഥയിലേക്കൊക്കെ പോകാൻ ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ്, കിഡ്നി, കരൾ അസുഖമുള്ള ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്കും ഇങ്ങനത്തെ രോഗികൾ വരുമ്പോൾ ചിലപ്പം പെട്ടെന്നായിരിക്കും മോശാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനത്തെ രോഗികൾ പെട്ടെന്ന് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തേടുകയും അതിൻ്റെ ചികിത്സ വേണ്ട രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. ഡോക്ടർ, ഇപ്പോൾ ഇത്രയും വിശദീകരിച്ചല്ലോ, അപ്പോൾ ഏതൊക്കെ സിംറ്റംസ് നോക്കിയിട്ടാണ് പെട്ടെന്നൊരു മെഡിക്കൽ കെയർ എടുക്കേണ്ടത്? ആക്ച്വലി പല ടൈപ്പ് പനികളുള്ളുണ്ട്. ഇപ്പം നമുക്ക് പനി വരുമ്പം യൂഷ്വലി ആൾക്കാർ മഴ കൊണ്ടിട്ടുള്ള സാധാരണ പനിയായിട്ടാണ് വിചാരിക്കല്. പക്ഷെ ചില സിംറ്റംസ് വരുമ്പം നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പെട്ടെന്ന് പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റൽ കാണിക്കുക, അല്ലെങ്കിൽ കാഷ്വലി കാണിക്കുക, ഡോക്ടറെ കാണിക്കുന്ന ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പനി, തലവേദന, മേൽവേദനയായിട്ട് തുടങ്ങിയ ഒരു പനി, ഇപ്പം അതിൻ്റെ കൂടെ പക്ഷെ നമുക്ക് ഒരു കിതപ്പ്, ഒരു ശ്വാസം മുട്ടൽ വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഉള്ള ആൾക്കാർ ശ്വാസം മുട്ടൽ കുറച്ച് തീവ്രമായി കൂടിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയിട്ട് പെട്ടെന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഈ വരുന്ന പനികൾ നമുക്ക് അറിയില്ല, ഇപ്പം അത് ഡെങ്കിപ്പനിയാണോ എലിപ്പനിയാണോ. അപ്പം ആ സമയത്ത് ഇപ്പം തല ചുറ്റലോ അല്ലെങ്കിൽ തല കറക്കും പോലെ തോന്നുക, കണ്ണിലിട്ടിട്ടടിക്കുക, അമിതമായ ക്ഷീണം വരിക, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മൂത്ര അളവ് കുറഞ്ഞു വരുന്ന പോലെ തോന്നുക, മൂത്രത്തിൽ ഭയങ്കര കളർ ചേഞ്ച് വരിക, വിശപ്പ് ഭയങ്കരമായിട്ട് കുറയുക, അമിതമായ ഛർദി വരിക, ഇങ്ങനത്തെ എന്തെങ്കിലും നോർമലിനെ കാട്ടി കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള
ആയിട്ടുള്ള സിംറ്റംസ് കാണുവാണെങ്കിൽ ഉടനെ പോയിട്ട് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സംതിങ് മോർ സീരിയസ് ആക്ച്വലി. അല്ലെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങളിലെ എന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. ചില കേസിൽ ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് വരാം, അല്ലെങ്കിൽ മലത്തിലൊരു കറുത്ത നിറം കാണാം, കാല് ചിലപ്പോൾ നീര് കാണാം. അങ്ങനത്തെ എന്തെങ്കിലും അബ്നോർമലായിട്ട് എക്സ്ട്രാ സിംറ്റംസ് കാണുവാണെങ്കിൽ എന്തായാലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എമർജൻസി ആയിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഡോളോ, ഇപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു തലവേദന വന്നാലും ബോഡി പെയിൻ വന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുന്ന ഒരു കാര്യം ഡോളോ. ഇനി ഡോളോ കഴിക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ? ആക്ച്വലി പാരസെറ്റമോൾ പെർസെ സേഫ്, കുറെ കൂടെ സേഫ് ഡ്രഗാണ്. ഇപ്പം നമ്മൾ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു പനി വരുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 4 to 5 days അല്ലെങ്കിൽ ഒരു 1 week ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ പാരസെറ്റമോൾ. അപ്പോൾ ആ ഡ്യൂറേഷൻ ഇപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഒരു 3 times a day അല്ലെങ്കിൽ മാക്സിമം ഒരു 4 times a day എടുത്താൽ വലിയ പ്രോബ്ലം ഇല്ല, അതിൻ്റെ ഡോസിൻ്റെ അനുസരിച്ചിട്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പം അതേ ഗ്രൂപ്പിൽ പെട്ട ഡ്രഗ്സ് ഉണ്ട്, ഡൈക്ലോഫെനാക്, അസൈക്ലോഫെനാക്, അങ്ങനത്തെ ആ ഡ്രഗ്സ് ഒക്കെ നമ്മൾ കുറച്ച് കാലം അധികമായിട്ട് അമിതമായിട്ട് നിരന്തരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി കിഡ്നി പ്രോബ്ലംസ് വരും. പക്ഷെ അതർവൈസ് പാരസെറ്റമോൾ ആ ഡോക്ടർമാർ പറയുന്ന ഡോസിനും ആ പറയുന്ന ഡ്യൂറേഷനിൽ കഴിച്ചാൽ കിഡ്നിയോ കരൾ പ്രോബ്ലംസ് കാര്യമായിട്ടുണ്ടല്ലോ. പക്ഷെ നേരെ മറിച്ച് ഇപ്പം നമ്മൾ പാരസെറ്റമോൾ അമിതമായ ഡോസിൽ കഴിക്കുക, ഇപ്പം കൂടുതൽ 2 hours കൂടുമ്പോൾ പനി മാറുന്നില്ല എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനൊക്കെ നോക്കിയാൽ ചിലപ്പം ലിവറിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ബെസ്റ്റ് സേഫസ്റ്റ് തിങ് ഇസ് ഡോക്ടർ പറയുന്ന നിർദ്ദേശം പ്രകാരം പാരസെറ്റമോൾ കഴിക്കും. അതുപോലെ തന്നെ ഡോക്ടർ, ഈ അലർജിക് റൈനൈറ്റിസ് അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഇതിപ്പം മഴക്കാലത്ത് കുറെ പേർക്ക് ജലദോഷ പനിയൊക്കെ വരും. പക്ഷെ വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ, മീൻസ് ദോസ് ഓൾവേസ് സഫറിങ് ഫ്രം അലർജീസ്, അവർക്ക് ഇപ്പം 2 തരത്തിലുണ്ട്. ഒന്ന് സീസണലായിട്ട് വരുന്ന അലർജീസും ഈ പെരനിയലി ത്രൂ ഔട്ട് ദ ഇയർ സഫർ ചെയ്യുന്ന അലർജീസും ഉണ്ട്. അപ്പം അവർക്ക് ആക്ച്വലി ഈ ഫീവർ പ്രിഡോമിനന്റ് സിംറ്റം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടയിൽ ചൊറിച്ചൽ, കണ്ണിൽ ചൊറിച്ചൽ, കണ്ണിൽ ചുവപ്പ് വരിക, ഇങ്ങനത്തെ സിംറ്റംസ് നിരന്തരം ഉണ്ടാവും. ചിലവർക്ക് ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും, ചിലവർക്ക് സീസൺ വരുമ്പോൾ മാത്രം. ചിലവർക്ക് അത് റെയിനി സീസൺ ആയിരിക്കും സിംറ്റംസ് കൂടുക, ചിലവർക്ക് ഈ സമ്മർ സീസണിൽ സിംറ്റംസ് കൂടുക. അപ്പോൾ അത് ഡിഫറെൻറ്റ് അലർജൻസിന് എക്സ്പോഷർ വരുമ്പോഴാണ് ആക്ച്വലി സിംറ്റംസ് വരുന്നത്. കൂടുതൽ ആക്ച്വലി അവർക്ക് രാവിലെ എണീക്കുമ്പോൾ കുറേ തുമ്മലിൻ്റെ എപ്പിസോഡുകളും, അത് പൊടിയിൽ എക്സ്പോസ് ചെയ്യുമ്പം കുറച്ചുകൂടെ സിംറ്റംസ് കൂടുക, അല്ലെങ്കിൽ പൂപ്പലിന് എക്സ്പോഷർ വരുമ്പോൾ സിംറ്റംസ് കൂടുക. അവരാണ് ആക്ച്വലി അലർജിക് റൈനൈറ്റിസ് ഗ്രൂപ്പ്. അലർജിക് റൈനൈറ്റിസ് ഗ്രൂപ്പ് യൂഷ്വലി അവർക്ക് പനി വരില്ല, തൊണ്ടവേന ശക്തമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് പനിയോ തൊണ്ടവേന വരുമ്പം അല്ലെങ്കിൽ ആ ഇപ്പോഴുള്ള ഇൻറ്റൻസിറ്റീനെ കാട്ടി കൂടുതൽ കാണുകയാണെങ്കിൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്തോ എക്സ്ട്രാ എന്തോ അസുഖം വരുന്നുണ്ട്, ഫ്ലൂവോ അങ്ങനത്തെ എന്തെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്കൊരു സിംറ്റംസ് കാണുമ്പോൾ നമ്മുടെ സിംറ്റം നോക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഫീവർ ആണ് എന്നാൽ നേരെ തന്നെ ആൻറ്റിബയോട്ടിക് പ്രിഫർ ചെയ്യുന്നത്. ആക്ച്വലി അതിൻ്റെ മെയിൻ ലോജിക് എന്ന് പറഞ്ഞാൽ ഇപ്പം വൈറൽ ഫീവർ, ബാക്ടീരിയൽ ഫീവറിൻ്റെ വിഷയമാണ്. അപ്പം മോസ്റ്റ് ഓഫ് ഫീവേഴ്സ് ആക്ച്വലി സാധാരണ വൈറൽ പനിയാണ്. അപ്പം അങ്ങനത്തെ വൈറൽ പനികൾക്ക് നമ്മളിപ്പം സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് കൊടുത്താൽ ധാരാളമാണ് ആക്ച്വലി. ഇപ്പം നമുക്ക് ചെറിയൊരു പനി വന്നു, തലവേന വന്നു, മൂക്കൊലിപ്പ്, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ, അപ്പോൾ നമ്മൾ അതിനുള്ള ആൻറ്റി ഹിസ്റ്റമിൻസ്, അലർജീൻ്റെ മെഡിസിൻസ്, മൂക്കൊലിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പാരസെറ്റമോൾ കൊടുത്താൽ അത് ധാരാളമാണ് ആക്ച്വലി. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈം, ഇപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് ആക്ച്വലി ആൻറ്റിബയോട്ടിക്സ് ആവശ്യമില്ല. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് ഇപ്പം 3rd day 4th day 3ാമത്തെ 4ാമത്തെ ദിവസം പനി വിടുന്നില്ല, തൊണ്ടവേന കൂടി വരിക, ചുമയായിട്ട് മാറുന്നുണ്ട്, കഫം കട്ടിയായി വരുന്നുണ്ട്, മഞ്ഞ കളറായി വരുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് എക്സ്ട്രാ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മേ വാറന്റ് ആൻ ആന്റിബയോട്ടിക് കോഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ബോഡി അങ്ങോട്ട് ഹീറ്റ് ആവും പെട്ടെന്ന്, പിന്നെ മൂക്കിക്കൂടെയൊക്കെ നോക്കിയാലും ചൂടായിരിക്കും വരുന്നത്, പക്ഷെ അതിട്ട് പനി ആവുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ വരാനുള്ള കാരണം എന്താ? യൂഷ്വലി നമ്മളിപ്പോൾ OPD ഇരിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ അങ്ങനെ ചൂട് വരുന്നുണ്ട് ശരീരത്തെ പറയുന്ന സിംറ്റംസ് ആയിട്ട് വരുന്ന രോഗികൾ, അവർക്ക് ആക്ച്വലി അത് പിന്നീട് 1 or 2 days ചിലപ്പോൾ ഫീവറായിട്ട് തന്നെ മാറാറുണ്ട്. ചിലവർക്ക് ഇപ്പം കിഡ്നി അസുഖം, കരളുള്ള അസുഖം ആൾക്കാർക്ക് ചിലപ്പം അങ്ങനെ പുറമേക്ക് ഭയങ്കരമായിട്ട് പനിക്കണം എന്നില്ല, ചിലപ്പോൾ ഈ സിംറ്റം മാത്രമേ ഉള്ളൂ, ചെറിയൊരു ചൂട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം, അപ്പോൾ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, മൂക്കൊലിപ്പോ അല്ലെങ്കിൽ തൊണ്ടവേനയോ എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ഓർഡിനറി എന്തെങ്കിലും സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ പനീൻ്റെ ലക്ഷണം ആവാൻ സാധ്യതയുണ്ട് ആ ചൂട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ H1N1 ഇൻഫ്ലുവൻസയും സീസണൽ ഫ്ലൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഒന്ന് വ്യക്തമാക്കാം? ആക്ച്വലി നമ്മുടെ സീസണൽ ഫ്ലൂ എന്ന് പറഞ്ഞാൽ
ഫ്ലൂ ഉണ്ടാക്കുന്ന ഒരു സിംറ്റം കോംപ്ലക്സ് ആണ്. ഫീവർ, ബോഡി പെയിൻ, ഹെഡ് ഏക്ക്. അത് ഈ H1N1 ഇസ് വൺ ഓഫ് ദ വൈറസസ്, അത്രേ ഉള്ളൂ. ഈ സിംറ്റംസ് രണ്ടും തമ്മിൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി ദ സെയിം. അപ്പം ഈ സീസണൽ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്നത് പല പല ടൈപ്പ് വൈറസ് ആവും. അത് H1N1 ആവാം, ഈവൻ മറ്റ് H3N2 പല ടൈപ്പ് ഇൻഫ്ലുവൻസ വൈറസ് ആവും, അഡിനോ വൈറസ് ആവും, റൈനോ വൈറസ് ആവും, കൊറോണ വൈറസ് ആവും, പല ടൈപ്പ് വൈറസസ്. പക്ഷേ സിംറ്റം കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് എക്സാക്ട്ലി സിമിലർ ആണ്. H1N1 നമുക്ക് കുറച്ചുകൂടെ സിംറ്റംസ് വരുന്നതെന്ന് പറഞ്ഞാൽ ചില കേസിൽ ഡയറിയ വരാം, വയറ്റിളക്കം വരാം, പിന്നെ ഒരു ലോക്കൽ ക്ലസ്റ്ററിങ്. അത് ഈ ഫ്ലൂവിന് കോമൺ ആയിട്ട് വരുന്ന ഒരു സിംറ്റമാണ്. അതായത് ഒരു ഫാമിലിയിൽ തന്നെ പല പേർക്ക് ഒരുമിച്ച് ക്ലസ്റ്ററിങ് വരുമ്പം, അതും നേരത്തെ പല ടൈപ്പും ഫ്ലൂ വന്ന ആൾക്കാർക്ക് തന്നെ വീണ്ടും പനി വരിക, ആ ക്ലസ്റ്ററിങ് വരുമ്പോൾ നമ്മൾ H1N1 കുറച്ചുകൂടെ ഹയർ സസ്പിഷൻ. അതുപോലെ തന്നെ കുട്ടികളിലുള്ള പനി നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? ഓക്കെ, കുട്ടികൾക്കുള്ള പനിയും ആക്ച്വലി പ്രിവെൻഷനിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പം കുട്ടികൾക്ക് ഇപ്പം പനി വരുമ്പം അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. പിന്നെ സ്കൂളിൽ പോകുമ്പം തന്നെ പനിയുള്ള കുട്ടികളോ ചുമയുള്ള കുട്ടികളായിട്ട് അധികം മിങ്കിൾ ചെയ്യാതിരിക്കുക. പിന്നെ മഴയത്ത് പുറത്തുപോയി കളിച്ച് മഴ കൊള്ളാതിരിക്കുക. പിന്നെ ഇപ്പം അവർക്ക് തന്നെ പനി ഉണ്ടെങ്കിൽ അവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ കർച്ചീഫ് ഉപയോഗിച്ചിട്ട് മുഖം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെ നമുക്ക് അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നല്ല അളവിൽ കൊടുക്കണം. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റിയും കൂട്ടാം. അപ്പം കുറേ ഫീവേഴ്സ് അങ്ങനെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ കേട്ടിട്ടുള്ളതാണ് ചെള്ളുപനി, അതെന്താണ്? ആക്ച്വലി പനി നമ്മളുടെ നാട്ടിൽ ഒരു എലിപ്പനി പോലത്തെ ഒരു പനി. ആക്ച്വലി അത് നമ്മളിപ്പം ബോർഡർ ഫോറസ്റ്റ് ഏരിയാസ്, ഫ്രിഞ്ച് ഏരിയാസ്, അവിടെ പോകുമ്പോൾ കുട്ടിക്കാടുള്ള സ്ഥലങ്ങൾ, അവിടെ ഈ ഒരു മൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ചെള്ള് വന്നിട്ട് മൃഗങ്ങളെ കടിക്കുന്നതിന് പകരം നമ്മളെ കടിക്കുമ്പോഴാണ് ഈ ചെള്ളുപനി വരുന്നത്. പക്ഷെ അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് എലിപ്പനി പോലത്തെ ഒരു സിമിലർ ലക്ഷണങ്ങൾ. അപ്പം നമുക്ക് പനി വരാം, നല്ല ബോഡി പെയിൻ വരാം, കിഡ്നീനെ എഫക്റ്റ് ചെയ്യാം, കരളിനെ എഫക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് മൂത്രളവ് കുറഞ്ഞു വരാം, മൂത്രത്തിൻ്റെ കളർ മാറി വരാം, വിശപ്പ് കുറയും, ചില കേസിൽ ശ്വാസം മുട്ടൽ വരും. അപ്പം ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ടു എലിപ്പനി പോലത്തെ പ്രസൻറ്റേഷൻ. പക്ഷേ നമുക്ക് ക്ലൂ വരുന്ന ചിലപ്പോൾ നമുക്ക് ഈ കുട്ടിക്കാട് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ശരീരത്തെ ഇങ്ങനെ കറുത്ത പാട് വന്നൊരു ലക്ഷണം അങ്ങനത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഈ ചെള്ളുപനിയാണ് കൂടുതൽ സംശയിക്കുക. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നൊക്കെ ഇത് സ്പ്രെഡ് ആവുമോ? അത് യൂഷ്വലി ഇത് പെറ്റ്സിനെ ബാധിക്കുന്ന ഇൻസെക്റ്റ് അല്ല. ആക്ച്വലി കുട്ടിക്കാട്ടിൽ ആക്ച്വലി ഇത് നമ്മളുടെ മണ്ണിലെ വൈൽഡ് ആനിമൽസിനെ പോയിട്ട് കടിച്ചിട്ട് അങ്ങനെയാണ് അത് വരുന്നത്. ഡൊമസ്റ്റിക് ആനിമൽസ് കൂടെ വരാൻ സാധ്യത കുറവായി. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? യൂഷ്വലി നമ്മൾ മഴക്കാലത്ത് കൂടി വരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് സാധാരണ ഈ ഭക്ഷണം, വെള്ളത്തിൽ കൂടെ പടരുന്ന വൈറസ് ആണ്. അപ്പൊ നമ്മൾ ഈ ദൂഷ്യ വെള്ളം അല്ലെങ്കിൽ മറ്റേ ഈ ഭക്ഷണത്തിൽ ഈച്ചയോ പാറ്റയോ മറ്റോ വന്നിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വൈറസ് ട്രാൻസ്മിറ്റഡ് ആവും. അപ്പോൾ അത് ആക്ച്വലി മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മളെ കരളിനെയാണ്. അപ്പോൾ കരളിനെ ബാധിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് ആദ്യം ചെറിയൊരു പനി, മേലുവേദന, അതിന് ശേഷം മൂത്രത്ത് മഞ്ഞപ്പും, വിശപ്പ് കുറവ്, അമിതമായ ഛർദി, ഇങ്ങനത്തെ സിംറ്റംസ് വരുവാണെങ്കിൽ, എസ്പെഷ്യലി ഫുഡ് ഇൻടേക്ക് ഫ്രം ഔട്ട് സൈഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡോ വെള്ളത്തിൻ്റെ ഇൻടേക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ വൈറൽ മഞ്ഞപ്പിത്തമാണ് സംശയിക്കേണ്ടത്. ആക്ച്വലി അത് നമ്മളിപ്പം പോയിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അത് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ ഇല്ലയോ. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ ഫാമേഴ്സ്, കൃഷിക്കാരൊക്കെ കുറെ നാൾ അരി സൂക്ഷിച്ചു വെക്കുക, അതുപോലെ ഗോതമ്പൊക്കെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ആ സമയത്ത് അവർക്ക് കുറച്ച് അലർജി പോലെയൊക്കെ വരുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു അലർജിക്കാണോ? ആക്ച്വലി അത് രണ്ട് രീതിയിൽ വരാം. ഇപ്പം ഈ അയിലും മുകളിൽ ഡസ്റ്റും ഫംഗസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അലർജിക് റൈനൈറ്റിസ് ആയിട്ടും വരാം. പക്ഷെ വേറൊരു അസുഖങ്ങളുണ്ട്, അത് ലങ്സിനെ ബാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ്. അതായത് ആക്ച്വലി ഈ ഇതിൻ്റെ ഈ പ്രോസസ് ചെയ്യുമ്പോഴുള്ള പൊടിയും അല്ലെങ്കിൽ മറ്റേ ഇതിൽ വല്ല ഫംഗസ് ഗ്രോത്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ലങ്സിനെ ബാധിക്കുന്ന ഓക്യുപേഷൻ ലങ് ഡിസീസസ് ഉണ്ട് ആക്ച്വലി. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിന് പല ടൈപ്പ് അസുഖങ്ങൾ. ഇപ്പം ഈ ബാഗസോസിസ് അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട് അത് ലങ്സിനെ ബാധിച്ച് ലങ്സിന് ചുരുക്കം ഉണ്ടാക്കുന്ന, ഫൈബ്രോസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. അത് മെയിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന തുമ്മലായിട്ടല്ല, പക്ഷെ കൂടുതൽ ഡ്രൈ കോഫും നടക്കുമ്പം കിതപ്പ്, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് വരാം. ഡോക്ടർ, അപ്പൊ നമുക്ക് ഈ ഫീവർ ഒക്കെ വരുമല്ലോ, അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള എന്ത് ടെസ്റ്റ് ആണ് എടുക്കേണ്ടത്? നോർമലി ഇപ്പം നമുക്ക് സാധാ പനി വന്ന് വരുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു നോർമൽ CBC ബ്ലഡ് കൗണ്ടും
ഒരു CRP ചെയ്താലും മതിയാവും. പക്ഷെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ദ ഓർഡിനറി തോന്നുക, ഇപ്പം നമുക്ക് കുറച്ച് അമിതമായ ബാക്ക് പെയിനോ അല്ലെങ്കിൽ എലിപ്പനീൻ്റെ ലക്ഷണങ്ങളുടെ സിംറ്റംസോ അങ്ങനത്തെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മളൊരു കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ യൂഷ്വലി നമ്മൾ അതിൻ്റെ കൂടെ ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഒരു ചെസ്റ്റ് എക്സ്റേ, ചിലപ്പം ഇപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒരു ECGയും കൂടെ ഒന്ന് അടുപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വേറെ എന്തെങ്കിലും ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടോ, ചെസ്റ്റിനെ ബാധിച്ചിട്ടുണ്ടോ, കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, അഡ്മിഷൻ ആവശ്യമുണ്ടോ, അല്ല OPD ബേസിൽ ട്രീറ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു ഡിസിഷൻസ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇപ്പൊ നമ്മൾക്ക് ജലദോഷം വന്നു അല്ലെങ്കിൽ പനി വന്നു, അപ്പൊ കഫക്കെട്ട് എന്തായാലും ഇങ്ങനെ വരും. അപ്പൊ അത് വിട്ട് മാറാണ്ട് പിന്നെ അത് ന്യൂമോണിയ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്താമോ ഡോക്ടർ? അത് ആക്ച്വലി ഭയങ്കര വാലിഡ് പോയിന്റാ. ഇപ്പം പല കേസിലും ഈ മഴക്കാല പനികൾ വരുമ്പം ഈ ചെറിയൊരു ജലദോഷം തൊണ്ടവേനായിട്ട് മാറിപ്പോലുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഗ്രൂപ്പ്സ് അല്ലേ, കിഡ്നി അസുഖമുള്ള, കരൾ അസുഖങ്ങൾ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡയബറ്റിക്സ്, അവർക്കൊക്കെ ചിലപ്പോൾ ഈ ചെറിയ പനി മാറി തിരിച്ച് ന്യൂമോണിയ മാറാം. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ ആക്ച്വലി രണ്ട് രീതിയിലുണ്ട്. അത് വൈറൽ ന്യൂമോണിയ ആവാം, ബാക്ടീരിയൽ ന്യൂമോണിയ ആവാം. ഇപ്പം H1N1 ഒരു വലിയൊരു പ്രോബ്ലം ആക്ച്വലി അത് പിന്നീട് വൈറൽ ന്യൂമോണിയ മാറുന്നതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഈ വൈറൽ ന്യൂമോണിയ ആക്കിയിട്ട് മാറുമ്പോൾ ആക്ച്വലി സിംറ്റംസ് കൂടുതൽ വഷളാവും, പനി മാറാതെ വരും, പേഷ്യന് കിതപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും, ആക്ച്വലി ശ്വാസം മുട്ടൽ വരാൻ തുടങ്ങും. ഇപ്പോൾ ന്യൂമോണിയ മാറുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല പനി, വിറയലായിട്ടുള്ളൊരു പനി, തിക്ക് കഫം വരിക, അത് മഞ്ഞ കളർ ആവുക, പേഷ്യന് ശ്വാസം മുട്ടൽ കൂടി വരിക, അങ്ങനത്തെ ലക്ഷണമാണെങ്കിൽ കൂടുതൽ ക്ഷീണം പിടിക്കുക, തലറക്കം, തലചുറ്റലൊക്കെ വരുവാണെങ്കിൽ അത് ന്യൂമോണിയ മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ. ആക്ച്വലി പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം ആക്ച്വലി നമ്മുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡില്ലേ, അത് ഈ ഇപ്പം ന്യൂമോണിയ മാറി വരണമെങ്കിൽ അത് ഭയങ്കര ഫാസ്റ്റ് ആവാൻ തുടങ്ങും ആക്ച്വലി. അപ്പോൾ ആ സ്പീഡ് ഇപ്പം ഒരു ബ്രെത്ത് എടുക്കുന്ന ഒരു മിനിറ്റിൽ 30 പ്രാവശ്യത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തോ അബ്നോർമൽ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സാധാരണ വൈറൽ പനി മാത്രമല്ല, അത് ചിലപ്പോൾ ന്യൂമോണിയ മാറി വരുന്നതിന്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ ആസ്മ പോലുള്ള അസുഖമുള്ള രോഗികളുണ്ടല്ലോ, അവർക്ക് ഈ H1N1 പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും പിന്നെ അത്? അത് ആസ്മ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ COPD ഉള്ള ആൾക്കാർക്ക്, അതായത് ലങ് ഡിസീസ് ഉള്ള ആൾക്കാർ, അവർ കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആണ്. അതായത് H1N1 ബാധിച്ച ചില കേസിൽ ഓൾറെഡി ലങ് ഡിസീസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ H1N1 പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി അവർക്ക് ഓൾറെഡി ചെറിയ രീതിയിൽ കിതപ്പുണ്ട്, അല്ലെങ്കിൽ അവർ ഡെയിലി ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇൻഹേലർ റിക്വയർമെൻറ്റ് കൂടി, ഈ മൂക്കൽപ്പ് പനീൻ്റെ കൂടെ അവർക്ക് ഇൻഹേലർ റിക്വയർമെൻറ്റ് കൂടി വരിക, ആ കിതപ്പ് അനുഭവപ്പെടുന്ന കൂടി വരിക, ഇപ്പൊ ഇൻഹേലർ ഉപയോഗിച്ചിട്ടും ആ കിതപ്പ് മാറാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. അത് ചിലപ്പോൾ ന്യൂമോണിയ മാറി വരുന്നതിന്റെ ലക്ഷണങ്ങളാവാം. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ഉടനെ പോയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കണം. ആക്ച്വലി വീട്ടിൽ അത് വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഓക്സിജൻ താഴ്ന്നു പോവുക, ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നത് പെട്ടെന്ന് ആസ്മ രോഗികൾക്ക് അവർക്ക് മനസ്സിലാവില്ല. ഓൾറെഡി അവർക്ക് ചെറിയ രീതിയിൽ കിതപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അത് വെച്ചിട്ട് അവർ വീട്ടിലിരിക്കും. അപ്പോൾ അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തേടാൻ കുറച്ചുകൂടെ വൈകും ആക്ച്വലി. അതുപോലെ തന്നെ ന്യൂ ബോൺ ആയിട്ടുള്ള ആൾക്കാർ, ന്യൂ ബോൺ ബേബീസിന്, അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ഈ അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഈ ന്യൂ ബോൺ കുട്ടികൾക്ക് ഇപ്പം വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് ആക്ച്വലി. ബിക്കോസ് ഇപ്പം അവരുടെ കേസിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്നായിരിക്കും അത് ന്യൂമോണിയ ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പം ഇവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആക്ച്വലി. ആ ബ്രീത്തിങ് സ്പീഡും ഇത് ഭയങ്കര സ്പീഡ് കൂടുതലാണെങ്കിൽ അത് കുട്ടികൾക്ക് അത് മോർ ഇമ്പോർട്ടൻ്റ്. ബ്രീത്തിങ് സ്പീഡ് ഭയങ്കര ഫാസ്റ്റ് ആവണമെങ്കിൽ അത് ന്യൂമോണിയ മാറുന്നതിൻ്റെ ലക്ഷണം. പിന്നെ വേറെ ന്യൂ ബോൺസിൽ ആക്ച്വലി അതിൻ്റെ വേറെ ലക്ഷണം കിട്ടും. കുട്ടി കുറച്ചുകൂടെ ലെത്താർജിക് ആവും, കുറച്ച് സിക്ക് ലുക്ക് ആവും, ഫീഡിങ് ഒക്കെ കുറയ്ക്കും ആക്ച്വലി. കുട്ടി അധികം ഫീഡ് ചെയ്യില്ല, ഒരു ഡള്ളായിരിക്കും. അങ്ങനത്തെ ലക്ഷണം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ കൂടുതൽ വെച്ചോണ്ടിരിക്കാണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. ഓക്കെ ഡോക്ടർ, ഈ അക്യൂട്ട് ഫീവറും റെമിറ്റൻ ഫീവർ, ഇന്റർറെമിറ്റൻ ഫീവർ എന്നൊക്കെ പറഞ്ഞു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അക്യൂട്ട് ഫീവർ ആക്ച്വലി നമുക്ക് അക്യൂട്ട് ഫീവർ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ഫീവർ, റെമിറ്റൻ ഫീവറും പിന്നെ ഇന്റർമീഡിയൻ ഫീവർ. കണ്ടിന്യൂസ് ഫീവർ നമ്മൾ സാധാരണ കാണുന്ന മോസ്റ്റ് ഓഫ് ദ ഫീവേഴ്സ് അത് കണ്ടിന്യൂസ് ഫീവേഴ്സാണ്. അതായത് പനി വരും, നമ്മൾ മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ആ പനി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ദിവസത്തിൽ തന്നെ പനീൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ 1 ഡിഗ്രി ഫാരൻഹൈറ്റിന് താഴെയായിരിക്കും. റെമിറ്റൻ ഫീവർ എന്ന് പറഞ്ഞാൽ പനി തുടരും, പക്ഷെ ഒരു ദിവസത്തിൽ തന്നെ ഭയങ്കര ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൻ്റെ ഇൻറ്റൻസിറ്റി 1 ഡിഗ്രി ഫാരൻഹൈറ്റിൻ്റെ മുകളിൽ ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇന്റർമീഡിയൻ ഫീവർ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഫീവർ വന്ന് അത് തനിയെ തന്നെ
തിരിച്ച് നോർമലിലേക്ക് ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. എന്നിട്ട് ചിലപ്പം കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ 1 ഡേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീണ്ടും പനി വരിക. എന്നിട്ട് പനി വരുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആൾ കംപ്ലീറ്റ്ലി നോർമൽ ആവുകയും ചെയ്യും. നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫീവർ വരുന്നതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഒന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്. രണ്ടാമത്തത് മലേറിയ ഫീവർ. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് ടെമ്പറേച്ചർ തിരിച്ച് നോർമൽ ആവുക, എന്നിട്ട് അടുത്ത ദിവസം പനിക്കുകയാണെങ്കിൽ നമ്മൾ മൂത്രത്തിൽ പഴുപ്പോ മലേറിയ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ H1N1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വല്ല പ്രശ്നം വരുമോ, കുറവ് വരുമോ? യൂഷ്വലി H1N1 അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ കേട്ടിട്ടില്ല. പക്ഷെ കോവിഡിന് ആ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് കോവിഡ് വന്നു പോയ ആൾക്കാർക്ക് നെക്സ്റ്റ് 3-4 മാസത്തേക്ക് അവർ ഭയങ്കര ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പല ടൈപ്പ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഈവൻ ലീത്തൽ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ വന്ന ആൾക്കാരുണ്ട്. H1N1 കുറച്ച് ലങ്സിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയ മാറിക്കഴിഞ്ഞാൽ ചിലവർ ഭയങ്കര ഗുരുതര അവസ്ഥയിലേക്ക് പോകും, ARDS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലങ്സിൽ ഫൈബ്രോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പ്രീഡിസ്പോസ്ഡ് ആവും വീണ്ടും വീണ്ടും ലങ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനും. പക്ഷെ പെർസെ ഇമ്മ്യൂണിറ്റി ആയിട്ട് അധികം കുറയ്ക്കില്ല. ഡോക്ടർ, ഈ ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞൊരു ഡിസീസ് അത് H1N1 പോലത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു രോഗമാണോ? ചിക്കൻ ഗുനിയ നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും കാണലുണ്ട്. അപ്പോൾ ആക്ച്വലി അത് നമ്മുടെ ഡെങ്കി വൈറസ് ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസ് ആണ്. അതിന് വെക്ടർ തന്നെ സെയിം ആണ്. ആക്ച്വലി നമ്മുടെ ഏഡിസ് മൊസ്കിറ്റോ, ഡെങ്കിയും വൈറസ് പകർത്തുന്ന സെയിം മൊസ്കിറ്റോ ആണ് ഈ ചിക്കൻ ഗുനിയ പകർത്തുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കാണുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഡെങ്കിക്ക്. നമ്മുടെ ഫീവർ ഉണ്ടാവും, സന്ധിവേദന ഉണ്ടാവും, മേലുവേദന. പക്ഷേ കുറച്ചുകൂടെ സിവിയർ ആയിട്ട് ജോയിൻസിന് എഫക്ട് ചെയ്യുന്ന അസുഖം. ചിലവർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി വരുമ്പോഴത്തേക്ക് ഒരു ആർത്രൈറ്റിസ് ഒക്കെ വരും. ചിലപ്പോൾ ഇവൻ ഡിഫോർമിങ് ആർത്രൈറ്റിസ് ആയിട്ട് വന്ന ആൾക്കാരുണ്ട് ചിക്കൻ ഗുനിയ വന്ന് മാറിപ്പോയിട്ട്. പക്ഷെ ഇപ്പം അധികം കാണുന്നില്ല. ചിലപ്പം ഡെങ്കി ഇത്രയും സ്പ്രെഡ് ആയതുകൊണ്ടായിരിക്കും ചിക്കൻ ഗുനിയ അധികം കാണാത്തത്. ഓക്കെ ഡോക്ടർ, ഞങ്ങൾക്ക് ജനറൽ മെഡിസിനിൽ ഒത്തിരി ഡൗട്ട്സ് ഡോക്ടർ ക്ലിയർ ആക്കി തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.